നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 2025 ജൂലൈ 5-ന് ജപ്പാനിൽ വലിയൊരു ദുരന്തമുണ്ടാകുമെന്ന ബാബ വാങ്ക എന്നറിയപ്പെടുന്ന റിയോ തഡ്സുകിയുടെ പ്രവചനം സമൂഹമാധ്യമങ്ങളിൽ ഏറെ ചർച്ചയാവുകയാണ്. ഈ പ്രവചനത്തെക്കുറിച്ചുള്ള പ്രതികരണവുമായി പ്രശസ്ത ജ്യോതിഷൻ ഹരി പത്തനാപുരം രംഗത്ത് വന്നു. ഹരി പത്തനാപുരം തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ഈ ഒരു പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കുറേയേറെ ആളുകൾ ഒരു വാർത്തയുടെ ലിങ്ക് അയച്ചു തന്നു. റിയോ തഡ്സുഗി എന്നൊരു എഴുത്തുകാരി അവർ കണ്ട സ്വപ്നങ്ങൾ രേഖപ്പെടുത്തിയ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും പിന്നീട് യാഥാർത്ഥ്യമായി എന്ന തരത്തിലുള്ള പല വാർത്തകളും വരുന്നുണ്ട്. കോവിഡ് ഒരു പകർച്ചവ്യാധി പിടിപെടുമെന്ന് പ്രവചിച്ചിരുന്നു. ഭൂകമ്പവും സുനാമിയും അവർ പ്രവചിച്ചിരുന്നു. ഇപ്പോൾ ജൂലൈ 5-ന് വലിയൊരു ദുരന്തം വരാൻ പോകുന്നു എന്ന തരത്തിൽ പ്രവചിച്ചു എന്ന മട്ടിലാണ് വാർത്തകൾ കാണുന്നത്. ചുരുക്കത്തിൽ ജപ്പാനിലെ ആളുകൾ ആശങ്കയിലാണെന്നാണ് വാർത്താ മാധ്യമങ്ങളിലൂടെ അറിയുവാൻ കഴിയുന്നത്. ഞാൻ പ്രവചനങ്ങളെ പൂർണ്ണമായും എതിർക്കുന്നയാളാണ്. അവർ ഒരു ആസ്ട്രോളജർ ഒന്നുമല്ല, എഴുത്തുകാരിയാണ്. ഒബ്സർവേഷനിലൂടെയാണ് പ്രവചനം നടത്താനാവുകയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റഷീദ് എന്നൊരു ചെറുപ്പക്കാരൻ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും എത്ര ശതമാനം വോട്ട് കിട്ടും, ഏത് പാർട്ടി വിജയിക്കുമെന്നും ഒക്കെ ഏകദേശം പറയാറുണ്ട്. അതൊരു ആസ്ട്രോളജിക്കൽ പ്രഡിക്ഷൻ അല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഒബ്സർവേഷനിലൂടെയുള്ള പ്രഡിക്ഷനാണ്. വാർത്താ ചാനലുകളിൽ നിന്ന് മനസ്സിലാക്കിയത് അവർ കോവിഡ് പ്രവചിച്ചിരുന്നു എന്നാണ്. കോവിഡ് എന്ന പേര് പിന്നീട് വന്നതാണെങ്കിലും അങ്ങനെ ഒരു പകർച്ചവ്യാധി ഇന്ന മാസം ഇത്രാം തീയതി മുതൽ ഉണ്ടാകും എന്നും ഇത്ര വർഷങ്ങൾക്ക് ശേഷമേ അതിന്റെ ആശങ്ക ഒഴിയുമെന്ന് പ്രവചിച്ചുവെങ്കിൽ തീർച്ചയായും അതൊരു വലിയ പ്രവചനം തന്നെയാണ്. അവരെക്കുറിച്ച് പഠിക്കുവാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷെ പരിമിതമായ അറിവാണ് ലഭിച്ചത്. ജാപ്പനീസ് ഭാഷയിലാണ് അവർ പുസ്തകം രചിച്ചിരിക്കുന്നത്. അത് വായിച്ചിട്ടുള്ളവർ എൻ്റെ അറിവിലില്ല. ഇംഗ്ലീഷ് പരിഭാഷ ഉണ്ടായിരുന്നോ എന്ന് അറിയില്ല. കിട്ടാവുന്ന സോഴ്സിൽ നിന്നാണ് അവരെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചത്. ലോകത്തുണ്ടാകുന്ന ഭൂകമ്പങ്ങളിൽ 18% ജപ്പാനിലാണെന്നാണ് എൻ്റെ അറിവ്. സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് കിട്ടിയ അറിവാണിത്. സത്യമാണോ എന്നറിയില്ല. ഭൂകമ്പം ഉണ്ടാകുമെന്നും 1 വർഷത്തിനുള്ളിൽ ട്രെയിൻ അപകടം ഉണ്ടാകുമെന്നും പകർച്ചവ്യാധികൾ ഉണ്ടാകുമെന്നും വിമാന അപകടം ഉണ്ടാകുമെന്നും ഒക്കെ എല്ലാവർക്കും പറയാം. എന്നാൽ പ്രത്യേക ഒരു സ്ഥലത്ത് ഇത്തരമൊരു സംഭവം ഏത് തീയതിയിൽ ഉണ്ടാകുമെന്ന് ഒരാൾക്ക് മുൻപേ പറയുവാൻ കഴിഞ്ഞാൽ അത് അത്ഭുതകരമാണ്. അവരെക്കുറിച്ചുള്ള എൻ്റെ അറിവ് പരിമിതമാണ്. അവരെക്കുറിച്ച് കൂടുതൽ അറിവുള്ളവർ പറഞ്ഞു തരിക. അവരുടെ പ്രവചനങ്ങളെ ആക്ഷേപിക്കാനല്ല, കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ്. ഇക്കാര്യത്തിൽ ആശങ്കപ്പെടുന്ന ആളുകളുണ്ടാകാം. എന്നെ സംബന്ധിച്ച് ആശങ്കയല്ല, ആകാംക്ഷയാണ്. ജൂലൈ 5-ന് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന്. ഇതായിരുന്നു ഹരി പത്തനാപുരം പറഞ്ഞത്. ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് വേണമെങ്കിലും ജൂലൈ 10-ാം തീയതി ഇങ്ങനെയൊക്കെ സംഭവിക്കാമെന്ന് പറയാം. ലോകം വിശാലമായി കിടക്കുന്ന സ്ഥലമാണ്. എന്തും ഏത് ദുരന്തവും എവിടെയും ഏത് രാജ്യത്തും നടക്കാം. ജൂലൈ 10-ാം തീയതി ലോകത്തെ നടക്കുന്ന ഒരു സംഭവം ഉണ്ടാകാമെന്ന് ഞാൻ പറഞ്ഞാൽ ഒരുപക്ഷെ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. എന്തായാലും നമുക്ക് ജൂലൈ 5 വരെ കാത്തിരിക്കാം. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവുള്ളവർ പങ്കുവയ്ക്കും. ഇത് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്നായിരുന്നു പ്രതികരണം. ജപ്പാനിൽ ജൂലൈ 5-ന് പുലർച്ചെ 4:18 ഒരു മഹാദുരന്തം സംഭവിക്കുമെന്നും മഹാനഗരങ്ങൾ കടലിൽ വിഴുങ്ങുമെന്നുമുള്ള ജാപ്പനീസ് ബാബ വാങ്ക എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന റിയോ തഡ്സുകിയുടെ പ്രവചനം ചർച്ചയാകുന്നതിനിടെ തന്നെ തെക്കൻ ജപ്പാനിലെ തോക്കര ദ്വീപിലെ ദ്വീപു സമൂഹമായ കഗോഷിമയിൽ ശനിയാഴ്ച മുതൽ 470-ലധികം ഭൂകമ്പങ്ങളാണ് ഉണ്ടായത്. ജൂലൈ 5-ന് ജപ്പാനിൽ വലിയൊരു പ്രകൃതി ദുരന്തം സംഭവിക്കുമെന്ന തഡ്സുകിയുടെ പ്രവചന കുരുക്കിൽപ്പെട്ട് ആളുകൾ ജപ്പാനിലേക്കുള്ള യാത്ര വരെ കൂട്ടത്തോടെ റദ്ദാക്കുന്ന സാഹചര്യമുള്ളപ്പോഴാണ് ഇത്രയധികം ഭൂചലനങ്ങൾ ഉണ്ടായതായി ജപ്പാൻ കാലാവസ്ഥാ ഏജൻസി സ്ഥിരീകരിക്കുന്നത്. ഇത് ജനങ്ങളിൽ ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട്. ബാബ വാങ്കയുടെ പ്രവചനങ്ങൾ സത്യമാവുകയാണോ? അങ്ങനെയെങ്കിൽ ദുരന്തത്തിന് ഇനി ഒരേ ഒരു ദിനം മാത്രമാണ് അവശേഷിക്കുന്നത്. തന്റെ സ്വപ്നത്തിൽ കാണുന്ന കാര്യങ്ങൾ എഴുത്തിലൂടെ ലോകത്തേക്ക് വിളിച്ചു പറയുകയാണ് ബാബ വാങ്ക. കോവിഡ് വ്യാപനവും 2011-ലെ സുനാമിയും ഒക്കെ നേരത്തെ തന്നെ തഡ്സുഗി പ്രവചിച്ചതായാണ് അവകാശപ്പെടുന്നത്. ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യങ്ങൾ പ്രവചിച്ചയാളാണ് ബൾഗേറിയൻ ജ്യോതിഷി ബാബ വാങ്ക എന്നതും ശ്രദ്ധേയമാണ്. 2-ാം ലോക മഹായുദ്ധം, ചെർണോബിൽ ദുരന്തം, ഡയാന രാജകുമാരിയുടെയും സാർ ബോറിസ് മൂന്നാമന്റെയും മരണതീയതി തുടങ്ങിയവയെല്ലാം ബാബ വാങ്ക പ്രവചിച്ചതായി പറയുന്നു. എല്ലാ വർഷാവസാനവും പ്രവചനങ്ങളുമായി പരക്കെ താരതമ്യം ചെയ്യപ്പെടുന്ന ജാപ്പനീസ് മാങ്ക കലാകാരിയാണ് റിയോ തഡ്സുഗി. ഫ്യൂച്ചർ ഐസോ എന്ന കൃതിയിലൂടെയാണ് റിയോ തഡ്സുഗി ഇത്തരം പ്രവചനങ്ങൾ നടത്തുന്നത്. 1999-ൽ പ്രസിദ്ധീകരിച്ച ഫ്യൂച്ചർ ഐസോയുടെ കവർ പേജിൽ തന്നെ 2011 മാർച്ചിലെ ഭൂകമ്പവും തുടർന്നുള്ള സുനാമിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ദുരന്തത്തിൽ ഏകദേശം 16,000 പേർ മരിക്കുകയും ഫുകുഷിമ ഡൈജി ആണവ ദുരന്തത്തിന് കാരണമാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. താൻ പ്രവചിച്ച അതേ വർഷം അതേ സമയത്താണ് ഈ ദുരന്തങ്ങൾ ഉണ്ടായതെന്നാണ് തഡ്സുഗി ഉന്നയിക്കുന്ന അവകാശവാദം. 2011-ലെ ദുരന്തത്തിന് പിന്നാലെ 1999-ൽ അച്ചടിച്ച ഈ കൃതി ജപ്പാനിൽ ചൂടപ്പം പോലെ വിറ്റഴിയുകയും ചെയ്തു.
1995 കോബെ ഭൂകമ്പവും ഇതിഹാസ സംഗീതജ്ഞൻ മെർക്കുറിയുടെ മരണവും വരെ തത്സുകിയുടെ പുസ്തകത്തിലുണ്ട്. അവർ പലപ്പോഴായി കണ്ട സ്വപ്നങ്ങളാണ് ഫ്യൂച്ചർ ഐസോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആകെ 15 സ്വപ്നങ്ങളെപ്പറ്റി പുസ്തകത്തിൽ പറയുന്നു. ഇതിൽ 13 യാഥാർത്ഥ്യമായെന്നാണ് തത്സുകിയുടെ ആരാധകർ പറയുന്നത്. 2011 വരെ തത്സുകിയുടെ പ്രവചനത്തിന് കാര്യമായ ശ്രദ്ധ ലഭിച്ചിരുന്നില്ല. എന്നാൽ 2011 ഭൂചലനവും സുനാമിയും നേരത്തെ തന്നെ വരച്ചു പുറത്തിറക്കിയത് കണ്ടതോടെ ആളുകൾ ഞെട്ടി. ഈ പ്രവചനവും സത്യമാകുമെന്ന ആശങ്ക ആളുകളിലുണ്ട്. പ്രവചനങ്ങൾ സത്യമാണെന്ന പ്രചാരണത്തിന് പിന്നാലെ ജപ്പാൻ, ചൈന, തായ്ലൻഡ് എന്നിവിടങ്ങളിൽ 9 ലക്ഷം കോപ്പികളാണ് വിറ്റഴിഞ്ഞിട്ടുള്ളത്. 2021 ഫ്യൂച്ചർ ഐസോയുടെ ഒരു കംപ്ലീറ്റ് വേർഷൻ പുറത്തിറക്കിയിരുന്നു. ഇതിലാണ് 2025 ജൂലൈയിൽ ജപ്പാനിൽ മഹാദുരന്തം സംഭവിക്കുമെന്ന മുന്നറിയിപ്പ് നൽകുന്നത്. ജൂലൈ 5 പുലർച്ചെ 4:18 ജപ്പാനും ഫിലിപ്പീൻസിനുമിടയിൽ കടലിനടിയിൽ വലിയ വിള്ളൽ ഉണ്ടാകുമെന്നും 2011 ടൊഹാഗു ദുരന്തത്തിൽ കണ്ടതിനേക്കാൾ 3 ഇരട്ടി ഉയരമുള്ള സുനാമികൾ ഉണ്ടാകുമെന്നുമാണ് ഇവരുടെ ഏറ്റവും പുതിയ പ്രവചനം. നഗരങ്ങൾ കടലിൽ വിഴുങ്ങും, വെള്ളം തിളച്ചുമറിയും, വലിയ തിരമാലകൾ ഉണ്ടാകുമെന്നും ഫ്യൂച്ചർ ഐസോയിൽ തത്സുകി പറയുന്നു. ശാസ്ത്രീയമായ അടിത്തറയൊന്നും ഇല്ലെങ്കിലും ജൂലൈ 5 നടക്കാൻ പോകുന്ന ദുരന്തത്തെപ്പറ്റിയുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു. തത്സുകിയുടെ പ്രവചനം ജനങ്ങളിൽ ഭീതി പടർത്തുവാൻ തുടങ്ങി. ഈ ഭീതി ഇരട്ടിപ്പിക്കുവാൻ കാരണമായത് ടോക്കര ദ്വീപുകളിലുണ്ടായ ഭൂചലനങ്ങളാണ്. ടോക്കരയിൽ ആകെയുള്ള 12 ദ്വീപുകളിൽ 7 മാത്രമാണ് ജനവാസം. 700ഓളം ആളുകളാണ് ഇവിടെ താമസിക്കുന്നത്. സജീവ അഗ്നിപർവ്വതങ്ങളുള്ള ടോക്കര ദ്വീപുകളിൽ തുടർച്ചയായ ഭൂചലനം ഉണ്ടാകുന്നത് ആദ്യമല്ലെങ്കിലും ഈ പ്രവചനമാണ് ജനങ്ങളിൽ ഭയം വർദ്ധിപ്പിക്കുന്നത്.